സഹികെട്ട ജനങ്ങൾ ഇന്ന് ഇവന്മാരെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ കഴിഞ്ഞത്. UDFന് 102 സീറ്റിൻ്റെ ഭൂരിപക്ഷം, മൃഗീയമായ ഭൂരിപക്ഷം. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം വരെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഇന്നലെ ജയറാം രമേശ് പറഞ്ഞത്. മാരത്തൺ ചർച്ചയാണ് ഈ 4-ാം തീയതി മുതൽ ഇന്നലെ വരെ നടന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഇന്നലെ വൈകുന്നേരം ചർച്ച നടന്നു. ആ ചർച്ചയുടെ ഫലമായി മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു മാധ്യമങ്ങളുടെയും രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും പ്രതീക്ഷ. അത്തരത്തിൽ VD സതീശൻ്റെ വീട്ടിനുള്ളിൽ നിറയെ ആൾക്കാർ, രമേശ് ചെന്നിത്തലയുടെ വീടിന് മുന്നിൽ നിറയെ ആൾക്കാർ അങ്ങനെ തടിച്ചുകൂടി പായസവും ലഡുവുമൊക്കെയായി കാത്തിരുന്നെങ്കിലും അവസാനം ജയറാം രമേശ് വന്ന് പറഞ്ഞിരിക്കുന്നു, ഇതാ ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാകില്ല, മറിച്ച് നാളെ, അതായത് ഇന്ന് മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് നാഷണൽ പാർട്ടിയാണ്. 50 വർഷത്തിലധികമായി അവർ ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. അത്ര ദുർബലമായ നേതൃത്വം, അത്ര പിടിപ്പ് കെട്ട നേതൃത്വം, അണികളെ തമ്മിൽ തെരുവിലിറക്കി തല്ലിക്കുന്ന നേതൃത്വം. സാധാരണ ഒരു പാർട്ടി ശ്രമിക്കുന്നത് അണികളെ ഒത്തുചേർത്ത് നിർത്താനാണ്. എന്നാൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഈ ഗതികെട്ട നേതൃത്വം അണികളെ തെരുവിലിറക്കാനാണ് ശ്രമിക്കുന്നത്. എന്തൊരു നാണക്കേടാണ്, ഇന്ത്യക്ക് തന്നെ നാണക്കേടായിട്ടുള്ളൊരു പാർട്ടി. ഇത്തരം ഒരു പാർട്ടി എങ്ങനെയാണ് ഈ 5 വർഷം തുടർച്ചയായി കേരളത്തിൽ സമാധാനത്തോടു കൂടി ഭരിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ 3 പേർ കൂടി ചേർന്ന് വീണ്ടും ഇതാ ഗ്രൂപ്പ് കളിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. നമ്മൾ പണ്ട് അത് മടുത്ത് തീർന്നതാണ്. K കരുണാകരൻ്റെയും AK ആന്റണിയുടെയും തിരുത്തൽവാദിയുടെയും ഗ്രൂപ്പ് യുദ്ധം നമ്മൾ കണ്ട് മടുത്തതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തുണിയുരിയുക, ഇത്തരം തുണിയുരിയൽ പരിപാടി കണ്ട് സഹികെട്ട ജനങ്ങളാണ് കേരളീയർ. ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അത്തരത്തിൽ 3 പേർ ചേർന്ന് പാർട്ടിയെ 3ആയി പിളർത്തിക്കൊണ്ട് തമ്മിലടിപ്പിക്കുന്ന വിധത്തിൽ, ജനങ്ങളുടെ ക്ഷമ കെടുത്തുന്ന വിധത്തിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനം കെടുത്തുന്ന വിധത്തിൽ, നാട്ടുംപുറത്തെ ശരാശരിക്കാരനായ ഒരു ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് തലപൊക്കി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ യുവന്മാർ തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് അടിക്കുകയാണ്. ഇന്നെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ, ഇന്നെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടുമോ എന്നുള്ള ആകാംക്ഷയാണ് കേരളീയ പൊതുജനങ്ങളുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം. സാധാരണക്കാരനായ ഒരു കോൺഗ്രസ്സുകാരന് മുന്നിൽ ഉയരുന്ന ചോദ്യം. കാരണം അവനാണ് നാട്ടിൻ പുറത്തിറങ്ങി പ്രവർത്തിച്ചത്. അവനോട് ചോദിക്കുന്നു, എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി, എവിടെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി? 10 ദിവസമായല്ലോ, എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? അയാൾക്ക് ഉത്തരമില്ല. നേതാക്കന്മാർക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞു നിൽക്കാം. അങ്ങനെയാണോ നാട്ടുമ്പുറത്തെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ്സുകാരന്? അയാൾക്ക് എന്തെല്ലാം തരത്തിൽ ഉത്തരം പറയേണ്ടി വരും. അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട കോൺഗ്രസ്സുകാരനും ജനങ്ങളും ഒരുപോലെ മടുത്തിരിക്കുന്നു. എന്തിനാണ് ഇവരെ ജയിപ്പിച്ച് വിട്ടത് എന്ന് സ്വയം ചോദിക്കുന്നു. വോട്ട് കുത്തിയവർ സ്വയം ചോദിക്കുന്നു, ഇതിനേക്കാൾ നല്ലത് പഴയ ആ കടന്നൽ കുത്തിയ പിണറായി വിജയൻ്റെ മുഖമായിരുന്നില്ലേ എന്ന് പോലും ചോദിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈ ഗതികെട്ട കഴിവില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കഴിവില്ലാത്ത കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. 10 ദിവസം എന്തെല്ലാം അലങ്കോലമാണ്. ഇതാ വരുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു, നാളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ? ഇന്നെങ്കിലും ഉണ്ടാകുമോ ഈ പ്രഖ്യാപനം? ജയറാം രമേശ് പറഞ്ഞതാണെങ്കിൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകേണ്ടതാണ്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എങ്കിൽ സഹികെട്ട ജനങ്ങൾ ഇവന്മാരെ കൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിപ്പിക്കും എന്നുള്ള ഘട്ടത്തിലേക്ക്, അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക്, ജനങ്ങളുടെ ക്ഷമ കെടുന്ന ഘട്ടത്തിലേക്ക് ഇവന്മാർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് ഇവന്മാർ വാക്കുപാലിക്കുമോ എന്ന്. ഇല്ലെങ്കിൽ ജനം തെരുവിലിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.